സർവത്തിന്റെയും സൃഷ്ടാവും നാഥനും അദൃശ്യനുമായ പിതാവായ ദൈവമേ, ആദിമ മനുഷ്യനെ നീ മഹത്വത്തിന്റെയും ശ്രേഷ്ഠതയുടെയും പ്രതിച്ഛായി സ്വർഗീയനും ഭൗമികനുമായി സൃഷ്ടിച്ചു. മറ്റു സൃഷ്ടിയുടെ നാഥനും രാജാവുമായി ഈ ലോകത്തിൽ അവനെ കൽപ്പിച്ച് നിയമിച്ചാക്കി. ദുഷ്ടന്റെ അസൂയ മൂലം അവൻ വാസസ്ഥാനമായിരുന്നു ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവിടുത്തെ ആജ്ഞ ലംഘിച്ചതിനാൽ അവൻ കൈപ്പുരസത്തിനടിമയായി പരാജയപ്പെട്ടു. ഇപ്രകാരം അവൻ ജീവവൃക്ഷത്തിന്റെ അടുക്കിൽ നിന്ന് ദുഃഖകരമായ പ്രദേശത്തേക്ക് നിഷ്കാസിതനായി. എന്നാൽ നിന്റെ കൃപയിൽ നിന്ന് അവൻ തള്ളപ്പെട്ടില്ല. പൂർവികരായ പുണ്യപിതാക്കന്മാരോടും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മുതലായ പിതാക്കന്മാരോടും അരുളി ചെയ്ത വാഗ്ദാനമനുസരിച്ച് പുറജാതികളിൽ നിന്ന് പ്രിയജനമായ ഇസ്രായേലിനെ നീ വേർതിരിച്ചു. അവർക്ക് തിരുനാമം നൽകി വാഗ്ദാനം നിറവേറ്റി അത്ഭുത ശക്തികളും അടയാളങ്ങളും കാണിച്ച് ഇസ്രായേലാകുന്ന ആ മുന്തിരിവള്ളിയെ നീ പുറത്തു കൊണ്ടുവന്നു. ജാതികളെ നശിപ്പിച്ച ശേഷം അത് നീ നട്ടുപിടിപ്പിച്ചു. ആ മുന്തിരിവള്ളി ഭൂമിയിലെങ്ങും പടർന്ന് നിറഞ്ഞു. അതിന്റെ നിഴലിൽ മലകളെയും ചില്ലകൾ കുന്നുകളെയും മറച്ചു. വാത്സല്യ ഭാജനമെന്നും ആധ്യാത്മിക പ്രഥമ സന്താനമെന്നും വിളിക്കപ്പെട്ടതുമായ ആ തോട്ടത്തിന് ചുറ്റും നീ ന്യായപ്രമാണമാകുന്ന വേലിക്കെട്ടുണ്ടാക്കി. ന്യായപ്രമാണം അനുസരിച്ചുള്ള ചക്കറിൽ കുഴിച്ചു വെച്ചു. നിന്റെ പ്രതിജ്ഞയാകുന്ന ഉന്നത ഗോപുരം അതിൽ നിർമ്മിച്ചു. പ്രവചനങ്ങളാകുന്ന മഴ കൊണ്ട് ആ തോട്ടത്തെ നനച്ചു വളർത്തി. ഉപദേശങ്ങളാലും ഉത്തമ പ്രവർത്തികളാലും കൃഷി നടത്തി. സൽഫലങ്ങൾ നൽകുന്നതിനായി നീ അതിനെ ജനത്തിന്റെ സപ്രയന്മാരായ സമർത്ഥനായ വേലക്കാരെ ഏൽപ്പിച്ചു. വിളവുകാലത്ത് ആദ്യഫലങ്ങൾ വാങ്ങിക്കൊണ്ടുവരുവാൻ വിശുദ്ധ ദീർഘദർശികളായ സ്വന്തദാസന്മാരെ മടിയന്മാരായി തീർന്ന ആ വേലക്കാരുടെ അടുത്തേക്ക് അയച്ചു. ആ വേലക്കാർ ഫലങ്ങൾ സമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ആ പ്രിയദാസന്മാരെ അവിവേകികളായവർ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. ചിലരിൽ കുറ്റം ആരോപിച്ചു, ചിലരെ അടിച്ചു, മറ്റു ചിലരെ ദണ്ഡിപ്പിച്ചു, വേറെ ചിലരെ അപമാനിച്ചു, ചിലരെ മുറിവേൽപ്പിച്ചു, കുറെ പേരെ കൊല ചെയ്തു. ആ വേലക്കാർക്ക് ലജ്ജയും നാണവും തോന്നാൻ വേണ്ടി നീ നിന്റെ പുത്രനെ അവസാനം അവരുടെ അടുത്തേക്ക് അയച്ചു. അവന്റെ താഴ്മയും സൗമ്യതയും കൊണ്ട് അവർ അവനെ അധിക്ഷേപിക്കുകയും ഭ്രാന്തൻ, ശമരിയാക്കാരൻ എന്നൊക്കെ വിളിക്കുകയും ചെയ്തു. അവനെ എല്ലാ പ്രകാരത്തിലും പീഡിപ്പിച്ച് അപമാനിച്ചു. ന്യായസ്ഥലത്ത് കൊണ്ടുചെന്ന് പരിഹാസ വസ്ത്രം ധരിപ്പിച്ചു. അവനാണ് അവകാശി എന്നറിഞ്ഞപ്പോൾ അവനെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. മധുരഫലങ്ങൾക്ക് പകരം കാടിയും കയ്പുനീരും കുടിപ്പിച്ചു. എന്നാൽ തോട്ടത്തിന്റെ നാഥനും സ്ഥാപകനുമായ നീ ന്യായപൂർവം അവരോട് പ്രതികാരം ചെയ്തു. നല്ല മുന്തിരിപ്പഴങ്ങൾക്ക് പകരം കാട്ടുമുന്തിരികൾ കായ്ച്ച ആ ശപിക്കപ്പെട്ട തോട്ടത്തെ വേരോട് പറിച്ചെറിഞ്ഞ് പുറജാതികളുടെ ഇടയിൽ ചിതറിച്ചു. ആ വേലക്കാരെ അങ്ങനെ അമ്പരിപ്പിക്കുകയും ചവിട്ടേൽക്കുകയും ചെയ്യുമാറാക്കി തീർത്തു. അതിൽ കാട്ടുജന്തുക്കൾ മേഞ്ഞു നടന്നു. നീ അതിന്റെ കൊമ്പുകൾക്ക് തീ കൊളുത്തി. ന്യായപ്രമാണമാകുന്ന വേലി പൊളിച്ചു കളഞ്ഞു. ഉറപ്പുള്ള ഗോപുരം തട്ടിമറിച്ചു. പുരോഹിത കർമ്മങ്ങളാകുന്ന ചക്ക് പറിച്ചു മാറ്റി. അതിനു പകരം പുറജാതികൾക്കുള്ള പുതിയ ജനമാകുന്ന ഒരു തോട്ടം നിനക്കായിട്ട് നട്ടുണ്ടാക്കി. അവർ നിന്റെ ഏകപുത്രന്റെ രക്തത്താൽ രക്ഷിക്കപ്പെടുകയും ചെയ്തു. വിഗ്രഹാരാധനയാകുന്ന വഞ്ചന വിട്ട് നിന്നെ അറിയുന്നതിലേക്ക് പിന്തിരിഞ്ഞ ഒരു സഭ പുറജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ ചേർന്നുണ്ടായി. അതിന്റെ സന്തതികൾ നിന്റെ സത്യം പാലിക്കുന്നു. അതിന്റെ മക്കൾ നിന്നെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നു. നിന്റെ ഏകപുത്രന്റെ മരണത്തെ അത് പുകഴ്ത്തുന്നു. അവന്റെ വിശുദ്ധ പീഠകളിൽ അവൾ വിജയം ആഘോഷിക്കുന്നു. ഭർത്താവില്ലാത്തവരുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം
എന്ന് ഇവളെ കുറിച്ച് ദീർഘദർശി പ്രസംഗിച്ചു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിന്റെ വലത് കൈ അതിന്മേൽ വയ്ക്കണമേ. ബലവത്തായി നിന്റെ ഭുജം കൊണ്ട് അവളുടെ ശത്രുക്കളെ നശിപ്പിക്കണമേ. നിന്റെ ബലത്താൽ അതിനെ അടുപ്പിക്കുകയും സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇടയന്മാരെ സന്തോഷിപ്പിക്കണമേ, പുരോഹിതരെ ആനന്ദിപ്പിക്കണമേ, ശമാശന്മാരെ വെടിപ്പുള്ളവരാക്കണമേ. അതിന്റെ എല്ലാ സംഘങ്ങളെയും പക്വബുദ്ധികളാക്കണമേ. മരിച്ചുപോയവരെ ഭാഗ്യമുള്ള ഭവനങ്ങളിൽ വിശ്രമിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. മറക്കുമോർഹോശോ വബുകുൽസുബാ